കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന്റെ വീട് നിർമ്മാണം പൂർത്തിയായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് വീടിന്റെ പുനരുദ്ധാരണം പൂർത്തിയാക്കിയത്. വീടിന്റെ താക്കോൽദാനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാളെ നിർവഹിക്കും. ബിന്ദുവിന്റെ മരണത്തിന് പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് വീടിന്റെ പുനരുദ്ധാരണം ഏറ്റെടുത്തത്. തലയോലപ്പറമ്പിലെത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. ഇതുപ്രകാരം 12,50,000 രൂപ മുടക്കിയാണ് വീട് മനോഹരമാക്കിയത്. പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടതിൽ നന്ദിയുണ്ടെന്ന് ബിന്ദുവിൻ്റെ മാതാവ് പറഞ്ഞു. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് പറഞ്ഞു തന്ന കാര്യങ്ങളും വീട് പണിയും കുഞ്ഞിൻ്റെ ജോലിയും കുഞ്ഞിൻ്റെ ചികിത്സയും എല്ലാം വളരെ ഭംഗിയായി അവർ ചെയ്തിട്ടുണ്ട്. അതീവ തൽപരന്മാരായിട്ടെല്ലാം ചെയ്തു തരുന്നുണ്ട്. പണിക്കാരും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന്. ഞാനിനി എന്ത് പറയാനാ, പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഭംഗിയായി ചെയ്തു തന്നിട്ടുണ്ട്. നേരത്തെ സർക്കാർ ബിന്ദുവിൻ്റെ കുടുംബത്തിന് 10,50,000 രൂപ നൽകിയിരുന്നു. മകന് സർക്കാർ ജോലിയും ഉറപ്പാക്കിയിട്ടുണ്ട്. മകളുടെ ചികിത്സാ ചെലവും ഏറ്റെടുത്തിരുന്നു. ഇതിനു പുറമെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സമയബന്ധിതമായി വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. സാംജിത് ആർ പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.